ഒരു ചുടുകട്ട കൊണ്ട് എറിഞ്ഞതാണോ ഇത്ര വലിയ കുഴപ്പം, അത് ഇത്ര വലിയ ആക്രമണം എന്നൊക്കെ ചോദിച്ചത്? അത് ഈ പറയുന്ന വിദ്വാൻ്റെ ഭാര്യയോ മക്കളോ ഒരു ഉദ്യോഗസ്ഥരാണ് എങ്കിൽ ആ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് ജോലിയുടെ ഭാഗമായിട്ട് പോയി ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് അന്വേഷിച്ച് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ കുറേ എണ്ണം പുറത്ത് നിന്നിട്ട് ചുടുകട്ട എടുത്തിട്ട് അവരുടെ നിറയിലേക്ക് എറിഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്വാൻ എങ്ങനെയാണ് മറുപടി പറയുക എന്ന് അന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് അങ്ങനെയൊന്നുമല്ല, ആരാൻ്റെ നെഞ്ചത്തേക്ക് എറിയുന്നതല്ല, അവർ സഹിച്ചോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുമില്ല, നിങ്ങളുടെ പാർട്ടിക്ക് അതിനുള്ള ലൈസൻസും ഇല്ല. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യം, എന്താ ദുർഗതി ബി ജെ പിക്ക് വന്നത്ര. ബി ജെ പിക്ക് അല്ലാടോ ദുർഗതി വന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ന്യായീകരിക്കുന്ന ഈ പാർട്ടിക്കാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് വലിച്ചിട്ട് പുറത്തേക്ക് കളഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ കുറച്ചുകൂടി മുൻപേ ഇത് ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിയെ 7 അയലക്കത്ത് പോലും കാണാത്ത സംവിധാനമാക്കി മാറ്റിയത്. ഇപ്പോൾ കേരളക്കരകയും അത് ആക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തിരിക്കുന്നത്. അതിൻ്റെ ചൊരുക്ക് തീർക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടല്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ആരാണ് വീണ തൈക്കണ്ടി? കേരളത്തിലെ പ്രതിപക്ഷ നേതാവും 10 വർഷം കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തിയുടെ മകളാണ്. ആ വീണ തൈക്കണ്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഒരു കമ്പനി ബാംഗ്ലൂരിലുണ്ടാകുന്നു. അത് ഭാര്യയുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള പൈസ കൊണ്ട് തുടങ്ങിയ ചെറിയ കമ്പനിയാണ് എന്ന് പറയപ്പെടുന്നു. ആ ചെറിയ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ ആ ചെറിയ കമ്പനി ഒരു എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ഒരു കമ്പനിക്ക് ഒരു സേവനം കൊടുക്കാതെ ആ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ സാധ്യമാകുമോ ഇല്ലയോ? നമ്പർ 1.